കഴിഞ്ഞ ആഴ്ച ആകാശച്ചുഴിയിൽ വീണ വിമാനം പൈലറ്റ് കഞ്ചാവ് അടിച്ചാണ് പറത്തിയതെന്നാണ് വരുന്ന വാർത്തകൾ. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട് ഏകദേശം 24 പേർക്കോളം പരിക്കുണ്ടായത് വലിയ വാർത്തയായിരുന്നു. 4 ക്രൂ മെമ്പേഴ്സിന് അവർക്ക് കഴുത്തിലും അതുപോലെ നട്ടലിൻ്റെ എൻ്റെ ബെയിൽ ബോൺ രംഗത്ത് അവർക്ക് പരിക്കേറ്റു. വളരെ കഠിനമായ പരിക്കാണ് അവർക്ക് ഏറ്റത്. യാത്രക്കാർക്കും 24 പേർക്കോളം കാര്യമായ പരിക്കുകൾ ഉണ്ടായി എന്നാണ് വാർത്ത വരുന്നത്. സഡനായിട്ട് 300 അടി താഴ്ചയിലേക്ക് ഫ്ലൈറ്റ് അങ്ങ് വീണു. അതാണ് ഇത്രയും വലിയ ആഘാതം യാത്രക്കാർക്കും മറ്റുള്ളവർക്കും ഉണ്ടാകാൻ കാരണം. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽ പെട്ടെന്ന് 300 അടി താഴ്ചയിലേക്ക് വീണപ്പോൾ അതിൻ്റെ ഓട്ടോ പൈലറ്റ് വിച്ഛേദിച്ചു പോയി. അപ്പോൾ ഫ്ലൈറ്റ് ഓട്ടോ പൈലറ്റിലാണ് ആ സമയം പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കോക്പിറ്റിലെ സ്റ്റോൾ മുന്നറിയിപ്പ് നൽകിയപ്പം പൈലറ്റ് സീറ്റിലില്ലായിരുന്നു. അയാൾ ആ കോ പൈലറ്റിൻ്റെ സീറ്റിൻ്റെ പുറകിൽ നിന്നിട്ട് ഈ എയർ കണ്ടീഷൻ്റെ അവർ തണുപ്പിൻ്റെ കാര്യത്തെപ്പറ്റിയൊക്കെ ക്രൂവുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നും വാർത്ത വരുന്നുണ്ട്. വിമാനം ഏതോ ഘട്ടത്തിൽ 1G പരിധിയും കടന്നു. പിന്നീട് ക്യാപ്റ്റൻ നിയന്ത്രണം ഏറ്റെടുത്തു എന്നാണ് വരുന്നത്. കോക്പിറ്റിലെ സ്റ്റോൾ മുന്നറിയിപ്പ് എത്തിയപ്പോൾ പൈലറ്റ് സീറ്റിലില്ല. ഓട്ടോ പൈലറ്റ് വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. സഹ പൈലറ്റ് സ്റ്റോൾ ഒഴിവാക്കാനായിട്ട് വിമാനം വേഗത്തിൽ താഴേക്ക് തിരിച്ചു. വിമാനം ഒരു ഘട്ടത്തിൽ കൺട്രോൾ വിട്ടുപോലെ തോന്നി യാത്രക്കാർക്ക്. സംഭവം നടക്കുമ്പോൾ എയർ കണ്ടീഷൻ സിസ്റ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് സീറ്റിൽ നിന്ന് ക്യാപ്റ്റന് പുറകിൽ പോയി ക്രൂവുമായിട്ട് ഇക്കാര്യം സംസാരിച്ചതെന്ന് പറയുന്നുണ്ട്. ഓട്ടോ പൈലറ്റ് സംവിധാനം തകരാറായപ്പം വിമാനം കുത്തനെ മുകളിലോട്ട് ഉയർന്നു. അത് NDTV പുറത്തുവിട്ട ഒരു വാർത്തയാണത്. പിന്നാലെ അത് സ്റ്റോളാക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതോടെ കോ പൈലറ്റ് വേഗം വിമാനം താഴത്തേക്ക് പറത്തി 300 അടി സഡനായിട്ട് താഴിട്ട് ഫ്ലൈറ്റ് അങ്ങ് വീണു സഞ്ചരിച്ചു. ക്യാപ്റ്റനും കോക്പിറ്റിലെ ചില വസ്തുക്കളുമൊക്കെ എയറിൽ പൊങ്ങി നടന്നതായിട്ടാണ് വിമാനത്തിൽ സഞ്ചരിച്ച മറ്റൊരാൾ പറഞ്ഞത്. വിമാനം കഠിന ശ്രമത്താൽ നിയന്ത്രണത്തിലാക്കാൻ സാധിച്ചെങ്കിലും വിമാനത്തിലെ ഹൈഡ്രോളിക് സംവിധാനത്തിന് ഗുരുതരമായ തകരാറ് സംഭവിച്ചു കഴിഞ്ഞു. പലപ്പോഴും പൈലറ്റ് ഡെക്കിൻ്റെ തറയിലിരുന്ന് അവിടെ ഇരുന്ന് പുകവലിക്കാൻ ശ്രമിക്കുന്നതായി കണ്ടുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത വന്നു. അതൊരു യാത്രക്കാരൻ പറഞ്ഞതാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ശേഷം ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ പൈലറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടുവെന്നും യാത്രക്കാർ പറയുന്നുണ്ട്. പൂർണ്ണ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു പൈലറ്റ് എന്നാണ് വരുന്ന വാർത്തകൾ. അദ്ദേഹത്തിനെ തിരിച്ച് സീറ്റിൽ കൊണ്ട് ഇരുത്താൻ ക്യാബിൻ ക്രൂവൊക്കെ ആ സമയത്ത് അത് കോക്പിറ്റിൽ നിന്ന് 300 അടി താഴ്ചയിലേക്ക് പറന്ന് തിരിച്ച് അദ്ദേഹത്തിനെ കൊണ്ടിരുത്താൻ അവർ ശ്രമിച്ചതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും ഇത് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയമായി കഴിഞ്ഞപ്പം ലഹരി മരുന്ന് പരിശോധനയിൽ പൈലറ്റ് പരാജയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതിന് അദ്ദേഹം തർക്കം ഉന്നയിക്കുകയും വീണ്ടും പരിശോധന നടത്തുകയും ചെയ്തു. വീണ്ടും പരിശോധിച്ചപ്പോൾ ലഹരി മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു. 2 പ്രാവശ്യവും ബ്ലഡ് പരിശോധനയിൽ തകരാറ് സംഭവിച്ചു. എന്തായാലും ഗുരുതരമായ സ്പൈനിൽ പരിക്ക് ക്രൂവിനുണ്ടായി. ആ 300 അടി പെട്ടെന്നുള്ള ആ താഴ്ചയിലേക്ക് വീണപ്പം അതേസമയത്ത് സീറ്റിലിരുന്നവർ ബെൽറ്റ് മുറുക്കി ഇരുന്നത് കൊണ്ട് അവർക്ക് ആ സമയത്ത് തെറിച്ച് എങ്ങും വീണില്ല. എങ്കിലും 10-24 പേർക്കും അതിൻ്റെ ആഘാതത്തിൽ പരിക്കുണ്ട്. NDTV ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ
പൈലറ്റ് ആ സമയത്ത് കഞ്ചാവ് അടിച്ചിരുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം പുറത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും കാര്യമായ ഒരു അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ട്. അത് എത്രയോ ആൾക്കാരുടെ ജീവൻ വെച്ച് പന്താടുകയാണ് ഈ പൈലറ്റോ കോ പൈലറ്റോ ക്രൂ ഒക്കെ അവർ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ന് അവർ മനസ്സിലാക്കാത്തത് എന്തെന്ന് നമുക്ക് സാമാന്യബോധമുള്ളവർ ചിന്തിക്കുമ്പം, കാരണം അവർ മറ്റുള്ളവരുടെ ജീവിതത്തെ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നല്ലേ. കാരണം അങ്ങനെ എയറിൽ കൂടെ പോകുന്ന എത്രയോ ക്രാഷ് ലാൻഡിങ്ങും എത്രയോ ഡിസപ്പിയറൻസ് ഓഫ് ഫ്ലൈറ്റും ഒക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇത് കാര്യമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. പൈലറ്റുകളെല്ലാവരും തന്നെ ഈ മാൻഡേറ്ററി ആയിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു പരിശോധന അവർ പൈലറ്റിൻ്റെ സീറ്റിലേക്ക് അല്ലെ പ്ലെയിനിലോട്ട് കയറിപ്പോകുന്നതിന് മുമ്പ് നടത്തുന്നത് ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം. കാരണം വലിയൊരു അപകടത്തിൽ നിന്നാണ് ഫുക്കാറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം രക്ഷപ്പെട്ടതെന്നും പറയാം.